എല്ലാ ഹരിസേവകന്മാരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിശരണം. 9ാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യയോഗ പാരായണത്തോടുകൂടി നമുക്ക് ഈ സത്സംഗം ആരംഭിക്കാം. പാരായണം ചെയ്യുന്നതിനായി ഹരിസേവിക മീനാജിയെ ആദരപൂർവ്വം ക്ഷണിക്കും. ഹരിശരണം. ഞാൻ ഹരിസേവിക മീന മേനോൻ, നാഗ്പൂരിൽ നിന്ന് വരുന്നു. അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാദ്. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. അശ്രദ്ധദാനാ പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യു സംസാരവത്മനി. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതാ ന ച മസ്താനി ഭൂതാനി പശ്യ മേ യോഗമൈശ്വരം. ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികം. കൽപക്ഷയേ പുനസ്താനി കൽപാദോ വിസൃജാമ്യഹം. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ. ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേ വശാദ്. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. ഹേതുനാനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം. പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മോഘാശാമോഘകർമാണോ മോഘജ്ഞാനാവിചേതസാ. രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാ. ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാ. നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസത്തെ. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. അഹം ക്രതുരഹം യജ്ഞ സ്വദാഹമഹമൗഷധം. മന്ത്രോഹം അഹമേവാജ്യം അഹം അഗ്നിരഹം ഹുതം. പിതാഹമസ്യ ജഗതോ മാതാ ദാതാ പിതാമഹ. വേദ്യം പവിത്രമോങ്കാര ഋക്സാമായജുരേവ ച. ഗതിർഭർത്താ പ്രഭുഃ സാക്ഷി നിവാസഃ ശരണം സുഹൃദ്. പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജമവ്യയം. തപാമ്യഹമഹം വർഷം നിഗൃണ്ണാമുത്സുജാമി ച.
अमृतं चैव मृत्युश्च सदसच्चाहमर्जुन त्रैविद्या मां सोमपापूतपाप यज्ञैरिष्ट्वा स्वर्गतिं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यान् दिवि देव भोगान् ते तं भुक्त्वा स्वर्गलोकं विशालम् क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्ममनुप्रपन्ना गतागतं कामकामा लभन्ते अनन्या चिन्तयन्तो मां ये जना पर्युपासते तेषां नित्याभियुक्तानां योगक्षेमं वहाम्यहम् येऽप्यन्यदेवता भक्ता यजन्ते श्रद्धयान्विता तेऽपि मामेव कौन्तेय यजन्त्या विधिपूर्वकम् अहं हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु मामभिजानन्ति तत्त्वेनादश्च वन्दिते यान्ति देवव्रता देवान् प्रीत्यन् यान्ति पितृव्रता भूतानि यान्ति भूतेज्या यान्ति मध्याजिनोऽपि माम् पत्रं पुष्पं फलं तोयं यो मे भक्त्या प्रयच्छति तदहं भक्त्युपहृतम् अश्नामि प्रयतात्मना यत्करोषि यदश्नासि यज्जुहोषि ददासि यत्तपस्यसि कौन्तेय तत्कुरुष्व मदर्पणम् शुभाशुभफलैरेवं मोक्ष्यसे कर्मबन्धनैः सन्न्यासयोगयुक्तात्मा विमुक्तो मामुपैष्यसि समोहं सर्वभूतेषु न मे द्वेष्योऽस्ति न प्रिया ये भजन्ति तु मां भक्त्या मयि ते तेषु चाप्यहम् अभिचेत् सुदुराचारो भजते मामनन्यभाक् साधुरेव समन्तव्या सम्यक् व्यवसितो हि सा क्षिप्रं भवति धर्मात्मा शाश्वतशान्तिं निगच्छति कौन्तेय प्रतिजानीहि न मे भक्तः प्रणश्यति मां हि पार्थव्यपाश्रित्य येभिः स्युपापयोनया स्त्रियो वैश्या तथा शूद्रा तेऽपि यान्ति परां गतिम् किं पुनर्ब्राह्मणा पुण्या भक्ता राजर्षयस्तथा अनित्यमसुखं लोकम् इमं प्राप्य भजस्व मां मन्मना भव मद्भक्तो मद्याजी मां नमस्कुरु मामे वैष्यसि युक्त्वैवम् आत्मानं मत्परायणा। ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुन संवादे राजविद्या राजगुह्ययोगो नाम नवमोऽध्यायः। सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यो मोक्षयिष्यामि मा शुचा। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। हरिशरण ഹരിശരണം. അടുത്തത് നാരായണീയ ഗുരുവായൂരപ്പ ധ്യാന ശ്ലോകം. ഹരിശരണം.
ഹരിശരണം സൗണ്ട് ഇല്ല. ഹരിശരണം സൗണ്ട് കേൾക്കാനില്ല. ധന്യജി, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ഓക്കെ. നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഹരിശരണം. അടുത്തത് ഗീതാധ്യാനം. ഇന്ന് ഗീതാധ്യാനം ചൊല്ലുന്നത് ബാലഹരിസേവ് ആര്യൻ അജിത്ത് ബഹറിൽ നിന്നും. ഹരിശരണം. ഗുരു ബാലഹരിസേവക് ആര്യൻ എം ബഹ്റൈൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്ര കപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. भीष्मद्रोण तथा जयद्रथजला गान्धारनीलोत्पला शल्यग्राहवते कृपेण वहनी कर्णेन वेलाकुला
अश्वत्थाम विकर्ण घोर मकरा दुर्योधनावर्तिनी सोऽथिर्ना खलु पाण्डवैरननदी कैवर्तक केशवा पाराशर्यवचः सरोजममलं गीतातगन्धोत्कटं नानाख्यानककेसरं हरिकथा सम्बोधनाबोधितं लोके सज्जन षट्पदैरहरः पेपीयमानं मुदा भूयात् भारत पङ्कजं कलिमला प्रध्वंसिनः श्रेयसे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुता स्तुन्वन्ति दिव्यैस्तवे वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगा ध्यानावस्थिततत्कतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणा देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यो मोक्षयिष्यामि मा सुजा सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द हरिशरणं നന്നായി ചൊല്ലി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം. ഇന്നത്തെ ഭഗവത്ഗീത സത്സംഗ ക്ലാസ്സിലേക്ക് എല്ലാ ഹരിസേവകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഗുരുക്കന്മാരായ തിരുമേനിയുടെയും അമ്മയുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. രണ്ടാം അധ്യായമായ സാംഖ്യയോഗത്തിലെ 7-ാം ശ്ലോകം ചൊല്ലിത്തരുന്നതിനും 9-ാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യയോഗത്തിലെ ശ്ലോകങ്ങളുടെ തത്വവിചാരണത്തിനായി ആദരണീയ ഗുരു പ്രിയപ്പെട്ട തിരുമേനിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഹരിശരണം. ആശ്രമത്തില് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കരണ്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇൻവെർട്ടർ ലൈറ്റിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. 2-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അർജുന ഉവാച. അർജുന ഉവാച. കാർപ്പണ്യദോഷോപഹത സ്വഭാവാ. കാർപ്പണ്യദോഷോപഹത സ്വഭാവാ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ. ശ്രേയസ്യനിശ്ചിതം ബ്രൂഹി തന്മേ. ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഒരു മിനിറ്റ്. ഹരിശരണം. രാജവിദ്യ രാജഗുഹ്യയോഗം ഇതിന്റെ തന്നെ അന്തരാർത്ഥം വിദ്യകളിൽ വെച്ചിട്ട് രാജപദവിയുള്ളതും അതുപോലെ രഹസ്യങ്ങളിൽ പരമരഹസ്യമായിട്ടുള്ളതായ ഒരു തത്വമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ചിന്തനീയമാണ്. ഇത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും ഒരു ആശ്വാസം നമുക്ക് അല്ലെങ്കിൽ ഒരു രസം നമുക്ക് തോന്നും. നമുക്കെല്ലാവർക്കും അറിയാം, നാരായണത്ത് ഭ്രാന്തൻ അദ്ദേഹം മലമുകളിലേക്ക് കല്ല് ഉരുട്ടിക്കയറ്റിയെന്നും അത് താഴത്തേക്ക് ഉരുട്ടി വിടുമ്പോൾ കൈകൊട്ടി ചിരിക്കാറുണ്ടെന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അവിടെ ആൾക്കാർ തീർത്ഥാടനത്തിന് ഇപ്പൊ പോകുന്നുണ്ട്. അധ്വാനിച്ച് ഭൗതികമായ ഐശ്വര്യം നേടണം എന്ന് വിചാരിച്ച് കണ്ടമാനം അധ്വാനിച്ച് കഷ്ടനഷ്ടങ്ങളെ പറ്റി വല്ലാണ്ട് ഖേദിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന എല്ലാവർക്കും ഉള്ളതായ നിർദ്ദേശമാണ്. വീഴ്ചയും താഴ്ചയും ഒക്കെ ജീവിതത്തിന്റെ സ്വഭാവമാണ്. അല്പം ഒരു സാക്ഷിഭാവം നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് അനുഭവങ്ങള് പാഠങ്ങളായിട്ട് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ശൈലിയിൽ വേണ്ടത്ര പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്നതായ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ തവണ 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നജമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. അത് കഴിഞ്ഞ തവണ മുഴുവൻ ചെല്ലിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഒന്ന് ചൊല്ലാൻ നമുക്ക്. 9-ാമത്തെ ശ്ലോകാണത്. ശ്രീ ഭഗവാനുവാച ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. നമ്മളൊക്കെ സിനിമ കാണാൻ പോവാറുണ്ട്. ആ സിനിമയിലെ സ്ക്രീനില് എന്തെല്ലാം തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാറുള്ളത്. മഴ പെയ്യണു, മഞ്ഞ് പെയ്യണു, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണു, യുദ്ധങ്ങൾ നടക്കുന്നു, സംഘട്ടനങ്ങൾ നടക്കുന്നു. എല്ലാം നടന്നു കഴിഞ്ഞ് ആ സിനിമ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പോറലോ ഒരു നനവോ ഒരു കത്തിയതിൻ്റെ പാടൊന്നും ആ സ്ക്രീനിൽ കാണാറില്ല. പക്ഷെ ആ സ്ക്രീനിന്റെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്ക്രീനിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ സിനിമ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ആ സിനിമ ആ സ്ക്രീനിനെ ഒരു തരത്തിലും സ്വാധീനിക്കാറില്ല. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ പല സംഭവങ്ങളും പലതും നടക്കുമ്പോൾ അതിന് സാക്ഷിയായി നിൽക്കുന്നത് അവിടുത്തെ വെളിച്ചമാണ്, അവിടുത്തെ വായുവാണ്. നാടകങ്ങൾ കളിക്കുമ്പോഴായാലും എന്തൊക്കെ നടക്കുമ്പോഴായാലും വെളിച്ചം വേണം. ആ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യും, സൗണ്ട് സംവിധാനം ചെയ്യാറുണ്ട്, മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞതായ ആ വെളിച്ചത്തിനോ ആ വെളിച്ച സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ ആ ശബ്ദ സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെയും അതിലൊരു പങ്കുമില്ല. അവരുടെ സാന്നിധ്യം കൊണ്ടാണ് സംഗതി നടക്കുന്നത്. വെളിച്ചത്തിലാണ് എല്ലാം നടക്കുന്നത്. പക്ഷെ വെളിച്ചത്തിന് ഈ സംഗതികളിൽ ഒന്നും തന്നെയും ഒരു മമതാബന്ധവും ഇല്ല. സ്വിച്ചിട്ട കത്ത്, സ്വിച്ചിട്ട ഓഫാവും. അത് രണ്ടിനോടും വിരോധമില്ല. ഇതുപോലെയാണ് ഇത്രേ നദിയുടെ അടിത്തട്ടുള്ളത് കൊണ്ട് നദി ഒഴുകുന്നു. നദി ഒഴുകിയാലും ഒഴുകിയില്ലെങ്കിലും അടിത്തട്ടിന് യാതൊരു വിഷമവുമില്ല. ഇതുപോലെ ഈ പ്രകൃതിയുടെ അധിഷ്ഠാനമാണ് പരമാത്മാവ്. അതാണ് ഇവിടെ പറയുന്നത്, നജമാം താനി സർവാണി കർമാണി നജമാം താനി കർമാണി നിബധ്നന്തി. ധനഞ്ജയ എന്നാണ് അവിടെ അർജുനെ സംബോധന ചെയ്തത്. അർജുനന്റെ 10 നാമങ്ങൾ ഒന്നാണ് ധനഞ്ജയ എന്നുള്ള നാമം. കാരണം എപ്പോഴെങ്കിലുമൊക്കെ പാണ്ഡവർക്ക് ധനത്തിന്റെ ആവശ്യം വരുമ്പോൾ ആ ധനം സമ്പാദിച്ചു കൊണ്ട് കൊടുക്കാറുള്ളത് നിസ്വാർത്ഥമായ ഭാവത്തോട് കൂടിയിട്ട്, സേവന മനസ്സിനോട് കൂടിയിട്ട് കൊണ്ടുകൊടുക്കണു എന്നത് ഒരർത്ഥം. രണ്ടാമത്, ധനമോഹത്തിനെ ജയിച്ചാൽ ധനം ചെയ്യാനാണ് അദ്ദേഹം. നമ്മളൊക്കെ ധനമോഹത്തിന് ജയിച്ചവരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ മോഹം ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് പലർക്കും. അതെ. അപ്പോ ധനത്തിനെ ജയിച്ചു കൊണ്ടു കൊടുക്കുന്നു ഒരു ഭാഗത്ത്, അതേസമയം ധനമോഹം ഇല്ലാതിരിക്കണു, അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിൽ യാതൊരു താല്പര്യവും കാണിക്കാതെ നിസ്വാർത്ഥ ഭാവം കൊണ്ട് നടക്കുന്നു. ഇത് രണ്ടും ഒരേപോലെയാണ്.
സമ്പാദിക്കുന്നത് ഒരു ഭാഗത്ത്, സമ്പാദ്യത്തിനോട് മമതാബന്ധം ഇല്ലാതിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് സാധ്യമാകുന്നത് ഏതൊരു ശക്തിവിശേഷം കൊണ്ടാണ്. സമ്പാദിക്കാൻ സാധിച്ചതും അതെ, അത് ചെലവായിക്കൊണ്ടിരിക്കുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു വസ്തുതയുണ്ട്. അപ്പോ ധനസമ്പാദനവും ധനമോഹിദ്യായും ഒരുപോലെ ഉള്ളതായ ആ ധനഞ്ജയ എന്നുള്ള വാക്കിന്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ധനഞ്ജയ എന്ന് വിളിച്ചത്. ഈ യുദ്ധം കൊണ്ട് അർജുന നിനക്കല്ല പ്രയോജനം, ധർമ്മം സംരക്ഷിക്കപ്പെടുകയാണ് ഇവിടെ, അത് ലോകത്തിനുള്ളതായ ഉപകാരമാണിത്. അപ്പൊ യുദ്ധം നീ ചെയ്യുന്നത് നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. നീ ധനമോഹം ഇല്ലാത്ത ആളാണ്, ധനമോഹം ജയിച്ച ആളാണ്, ധനത്തിനെ സമ്പാദിക്കുന്ന ആളാണെങ്കിലും അതിനോട് മമതാബന്ധം ഇല്ലാത്ത ഒരാളാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു തത്വമാണിത്. അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് നിന്റെ ധർമ്മദീക്ഷയൻ, ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതായ മാനുഷിക ധർമ്മമാണ് നീ അനുഷ്ഠിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടല്ല, ലോകസംഗ്രഹാർത്ഥമാണ്, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് അർജുന ഞാൻ തേർതെളിച്ച് നിന്റെ കൂടെ കൂടിയിരുന്നത്. ഈ യുദ്ധം നീ ജയിച്ചാലും തോറ്റാലും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഇതിനോടൊന്നും തന്നെ എനിക്ക് പ്രിയാപ്രിയങ്ങളൊന്നുമില്ല. എനിക്ക് ആകെ ഒരു പ്രിയാപ്രിയം കുറച്ചുള്ളത് ധർമ്മത്തിനോട് മാത്രമാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിനെ ആധാരമാക്കി നിൽക്കുന്ന നിങ്ങളുടെ കൂടെ ഞാൻ ചേർന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരോട് നമ്മൾ ചേരണം, എന്തിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ സാന്നിധ്യം കൊണ്ടോ നമ്മുടെ സഹായം കൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം നടന്നു പോയി കഴിഞ്ഞാൽ, നടന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനിക്കരുത്. നമ്മൾ സാക്ഷി രൂപത്തിൽ അതിനെ കണ്ടാൽ മതി. നിമിത്തമാത്രം ഭവ സവ്യസാക്ഷി എന്നുള്ളതായ ഇതിൽ തന്നെ വരുന്നത് 11-ാം അധ്യായത്തിലാണെന്നാണ്. നിമിത്തമാത്രം ഭവ, നീ ഒരു കാരണമായി നിന്നാ മതി, ബാക്കിയൊക്കെ നടന്നു. ഞാനും നിങ്ങളൊക്കെ നിമിത്തമാത്രങ്ങളാണ് ഇവിടുത്തെ ലോകത്തിലെ. ഇന്നിപ്പോ ഒരു ഫാമിലിയോട് സംസാരിക്കുമ്പോൾ അവർ ദേ ആർ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദീസ് ചിൽഡ്രൻ. കുട്ടികളെ നന്നാവണം, കുട്ടികൾ വലുതാവണം, കുട്ടികൾ ശ്രേഷ്ഠമായ വലിയ പദവിയിലെത്തണം, നല്ല ജോലി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? മറ്റൊരു ജീവാത്മാവിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ളതായ ഒരു സിദ്ധി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭാവി പോലും നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് സിദ്ധിയില്ലാത്ത സ്ഥിതിക്ക് വേറൊരാളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള സിദ്ധി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഓരോ ജീവാത്മാവിന്റെയും കർമാനുസരണം വരുന്നതായ ഫലങ്ങളെ അനുഭവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിർദ്ദേശിക്കാം, ഉപദേശിക്കാം, അവർക്ക് വേണ്ട അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാമെന്നല്ലാതെ കണ്ട് അവരുടെ ഭാവി എങ്ങനെ ആയിത്തീരുന്നു നിർണ്ണയിക്കാനുള്ളതായ ഒരു സിദ്ധിയൊന്നും നമുക്കില്ല, ഒന്നിനുമില്ല. ഇതിൻ്റെയൊക്കെ പിൻഭാഗത്തുള്ളതായ സാക്ഷിരൂപത്തിൽ നിൽക്കുന്ന ഈശ്വരന്റെ സാന്നിധ്യമാണ് ഇതിനൊക്കെ കാരണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ തന്നെ. അതാണ് 5-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നൈവകിഞ്ച് കരോമീതി യുക്തോ മന്യേന തത്വവിത്ത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. 5-ാം ദശകത്തിൽ നമ്മൾ കണ്ടതാണ്. അതായത് അതാത് ഇന്ദ്രിയങ്ങള് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പശ്യൻ കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, ശ്വാസം വിടുന്നു, കഴിക്കുന്നു, നടക്കുന്നു, ഇങ്ങനെ സ്വപ്നം കാണുന്നു, ശ്വസിക്കുന്നു, അങ്ങനെ കരയുന്നു, അങ്ങനെ ഓരോ പ്രവൃത്തികളും നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിരിക്കുന്നതായ ഈശ്വര ചൈതന്യത്തിന് പേരിട്ടേക്കണത് മനസ്സാക്ഷി എന്നാണ്, കർമ്മസാക്ഷിയാണത്. അത് വേണ്ട ഊർജം, വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരും. ബാക്കിയൊക്കെ നമ്മൾ വേണം ചെയ്യാനായിട്ട്. അതിനാ നമുക്ക് വിശേഷ ബുദ്ധി
ഈശ്വരൻ തന്നിരിക്കുന്നത്. നമ്മൾ ആ വിശേഷ ബുദ്ധി ഉപയോഗിക്കാതിരുന്നാൽ അതിന് ഉത്തരവാദിത്വം ഭഗവാനല്ല. അതാണ് ശ്രദ്ധാവാൻ ആയിരിക്കണം നമ്മുടെ ജ്ഞാനസിദ്ധിയല്ല. സിദ്ധിച്ച ജ്ഞാനത്തിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതത്തിനെ ഭംഗിയാക്കി എടുക്കുക എന്നുള്ള ചുമതല നമുക്കുണ്ട്. അത് മാത്രമല്ല, ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കരഞ്ഞൊക്കെ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും അത് സിനിമ മാത്രമായിരുന്നു, അതിൽ കുറെ ആൾക്കാർ അഭിനയിച്ചു. ഈ അഭിനയിച്ച ആൾക്കാരുടെ അഭിനയവും അവരുടെ ശരിയായ സ്വഭാവവും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ആ സിനിമയിലെ വില്ലനായിരിക്കും ഏറ്റവും നല്ല ആള്, അതിൽ അഭിനയിച്ച നായകനായിരിക്കും ലോക വ്യവഹാരത്തില് മോശമായത്. അപ്പൊ ഇതൊക്കെ ഈ ലോകത്തിൽ കാണുന്ന ഓരോന്നും പ്രപഞ്ച നാടകത്തിലെ വെളിച്ചമാണെന്ന് പറയുക പരമാത്മാവ്, സാക്ഷിയാണ് പരമാത്മാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിദ്ധാന്തപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ഈശ്വരൻ സാക്ഷിയായി നിൽക്കുന്നു. അതിൻ്റെ ഒരു കർമ്മ പദ്ധതി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു ജയിൽപ്പുള്ളി ജയിലിലിട്ട് കഴിഞ്ഞാൽ ജഡ്ജി വിധി നിർണയിച്ചിട്ടാണ് 12 കൊല്ലെന്നോ അല്ലെങ്കിൽ ജീവപര്യന്തം എന്നൊക്കെ പറയാം. പക്ഷേ ആ വ്യക്തി കാലക്രമത്തില് സ്വഭാവത്തിൽ മാറ്റം വരുത്തുക, ആ ക്രൂരഭാവം എടുത്തു കളയുക, സേവ മനസ്സിൽ വളർത്തിയെടുക്കുക, ഒരു സജ്ജനഭാവം അദ്ദേഹം കൈവരിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷയില് ഇളവ് കൊടുക്കുക എന്ന സമ്പ്രദായമുള്ള പോലെ തന്നെ നമ്മൾ സത്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശീലിക്കുമ്പോൾ അതേ ശക്തിവിശേഷം തന്നെ നമ്മളിൽ നേരിട്ട് പ്രവേശിച്ചുകൊണ്ട് തന്നെ നമ്മളിലും മാറ്റം വരുത്തുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നമ്മെ ഭക്ത പ്രണശ്ശേരി, എന്റെ ഭക്തൻ നശിക്കില്ല എന്ന് പറയാൻ കാര്യം. അപ്പൊ മാറ്റങ്ങള്, നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യത്തിന് അതീതമായിട്ട് വിഷ്ണു താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറിച്ച് കുറച്ച് ചിന്തിക്കുക, അന്യന്മാരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ആത്മീയത എന്ന് ഒരിക്കൽ പറയണ്ടായി. അതുപോലെ തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയണത്, ഈ യുദ്ധമാവട്ടെ ഇതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ ധർമ്മ സംരക്ഷണം ഏറ്റെടുത്തു, അതിന് നിമിത്തമായിട്ട് നിന്റെ തേരാളിയായിട്ട് വന്നു. അതുകൊണ്ട് ശരിയായൊരു യോഗി എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു യോഗിക്ക്, യോഗിയും ഭോഗിയും തമ്മിലെ വ്യത്യാസം അതാണ്. യോഗിക്ക് സ്വാർത്ഥത ഉണ്ടാവില്ല, ഭോഗിക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. യോഗിക്ക് ഒരു രോഗവും അങ്ങനെ വരാറില്ല, ഭോഗിക്കാണെങ്കിലോ ഇഷ്ടംപോലെ രോഗം വരാറുമുണ്ട്. അപ്പൊ യോഗിക്ക് മനസ്സിലാവും പരമാത്മാവിന്റെ സാക്ഷിത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതാണ് അവധൂതാശ്രമം എന്നോ സന്യാസാശ്രമം എന്നൊക്കെ നമ്മൾ പറയുന്നത്. രമ്യാനം കർമ്മണം ന്യാസം സന്യാസം. അതൊക്കെ തപോവൻ സ്വാമിജിയുടെ ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഹിമഗിരി വിഹാർ എന്നുള്ളതായ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ തന്നെയും ഭഗവാന്റെ സാക്ഷിഭാവത്തിനെയും അതേസമയം കാരുണ്യത്തിന്റെ അവസ്ഥയും രണ്ടും ഒരുപോലെ നമ്മൾ അറിഞ്ഞു ജീവിക്കണം. അതുകൊണ്ടാണ് യജ്ഞദാന തപസ്സുകളാണ് ശ്രേഷ്ഠമായത് എന്ന് പറയുന്നത്. യജ്ഞം, ദാനം, തപസ്, ഇത് 3 ഗുണങ്ങൾ ചേർന്ന് കഴിഞ്ഞ് 3 ഘടകങ്ങൾ ചേർന്നാൽ ജീവിതം യോഗിയുടെ അവസ്ഥയിലേക്ക് ഉയരും. അതുകൊണ്ട് പറഞ്ഞു, നജമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയാം ഉദാസീനവത് ആസീനം. ഉദാസീനനായിട്ട് ഡിറ്റാച്ച്ഡ് മൂഡില് ആസീനം, ഞാൻ ഇരിക്കുന്നു. അസക്തം തേഷു കർമ്മസു, ഇതിലൊന്നും ആസക്തി ഇല്ലാതെ ഉണ്ട്. ഈ മമതാബന്ധാണ് പ്രശ്നം. എല്ലാം ചെയ്യാം, നമുക്ക് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം, എല്ലാ സേവയും ചെയ്തു കൊടുക്കാം, എല്ലാവരെയും സ്വന്തമായിട്ട് കണക്കാക്കാം. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊന്നും സ്ഥിരമല്ല. വന്നതൊക്കെ പോണ്ടതാണ്, ഉണ്ടായതൊക്കെ ഇല്ലാതാവുന്നതാണ് എന്നുള്ളതായ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള കാലം അതിനുള്ളതായ അമിതമായ മമതാബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് സ്വധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യുക.
അതുകൊണ്ടാണ് പറയാറുള്ളത്, വേണ്ട വിചാരവും വീണ്ടും വിചാരവും നമുക്കുണ്ടാവണം, ദീർഘദൃഷ്ടി ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുപോലെ നമുക്ക് പദ്ധതികളും ഉണ്ടാവണം, ഒക്കെ വേണം. പക്ഷെ അതൊന്നും നമ്മളെ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ തോൽവിയെ പറ്റിയുള്ളതായ പരാജയ ഭീതിയിലേക്കോ എത്തിക്കരുത്. എന്തുകൊണ്ടാണ് അത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തതിൽ എനിക്ക് അഭിമാനം വരുമ്പോഴാണ് ഈ പരാജയ ഭീതിയും മറ്റൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പോഴാണ് ചോദ്യം വരിക, പിന്നെ എങ്ങനെയാണ് ഈ സൃഷ്ടി, പിന്നെ ഈശ്വരന്റെ സ്ഥാനം എന്താണ്? ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൊന്നും ഭഗവാന് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കൃഷ്ണാവതാരത്തില് ഒന്നിനും, അതായത് സ്വന്തം സൈന്യത്തിനെ പോലും ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തു ഭഗവാൻ ഒരു ഭാഗത്ത്. അതുപോലെ അഹമ്മദിയും അഹങ്കാരവും കൊണ്ട് വല്ലാതായി പോയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ വന്നു ചേർന്ന സ്വന്തക്കാർ യാദവന്മാരെ മറ്റൊരു ശക്തിക്ക് നശിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് അവരെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ നമ്മളെ മറ്റൊരാളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെ നശിപ്പിച്ചോളൂ. നമ്മുടെ ദുർവാസന കൊണ്ടും ദുർമോഹം കൊണ്ടും ദുർവൃത്തി കൊണ്ടും ഒക്കെ തന്നെ നമ്മളെ നശിപ്പിച്ചോളൂ, വേറെ ആരുടെ ആവശ്യം വരുന്നില്ല. അതുപോലെയാണ് യാദവന്മാരുടെ ഇടയിൽ തന്നെ സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാക്കിക്കൊണ്ട് അവരെ ഇല്ലാതാക്കി ഭഗവാൻ. അപ്പൊ അതൊക്കെ ആലോചിച്ചാല് ആ കൃഷ്ണാവതാരത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒന്നിനോടും ജനിച്ച ഉടനെ തന്നെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞ് 19 വയസ്സായപ്പോ തന്റെ വളർത്തച്ഛനെയും വളർത്തമ്മയും വിട്ടു, തന്റെ ദൗത്യം നിർവഹിക്കാൻ മധുരയിലെത്തി. ആകെ കൂടെ ഒരു അമ്മാവനുണ്ടായിരുന്നു, അമ്മാവനെ വധിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കർമാസക്തി ഉണ്ടായിരുന്നില്ല, ധർമാസക്തി ഉണ്ടായിരുന്നു, ധർമ്മത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കണം നമ്മൾ കുറച്ചൊക്കെ. അപ്പൊ എങ്ങനെയാണ് സൃഷ്ടിയിലെ ഭഗവാന്റെ സ്ഥാനം വരുന്നത്, എങ്ങനെയാണ് സൃഷ്ടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും പറയാണ്, വെളിച്ചത്തിന്റെ സാന്നിധ്യത്തില്, സൂര്യന്റെ സാന്നിധ്യത്തില് പ്രപഞ്ച വ്യവഹാരങ്ങൾ നടക്കുമ്പോഴും ഈ വ്യവഹാരങ്ങളിലൊന്നും തന്നെ സൂര്യന് യാതൊരു ബന്ധവുമില്ല. അത് കർമ്മസാക്ഷി ലോകസാക്ഷിയായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ 10ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. വളരെ രസമായ ഒരു സംഗതിയാണ്. നമ്മളായാലും ഓടുന്നു, ചാടുന്നു, ചിരിക്കുന്നു, കരയുന്നു, പ്രവർത്തിക്കുന്നു, സമ്പാദിക്കുന്നു, നഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും, ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു മിനി ഷേപ്പാണ് ഈ പിണ്ടാണ്ടം എന്ന് പറയുന്നത്. നമ്മള് എന്തൊക്കെ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്നുണ്ടോ അതിന്റെ ചെറിയൊരു ഭാവം നമ്മളുള്ളിലുണ്ട്. പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതായ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് മൈക്രോ, ഒന്ന് മാക്രോ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്പത്തി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. വയ്ക്കാറുണ്ട്. ആ കാര്യപരിപാടികൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തുന്നു, അതാണ് അധ്യക്ഷൻ. അധ്യക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ കാര്യപരിപാടിയെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കാറൊന്നുമില്ല. അദ്ദേഹത്തെ റോള് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. അപ്പോ ഉയർന്ന നിന്നുകൊണ്ട് ഈക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതായ എന്നാ പറയാ, ഈക്ഷൻ എന്ന് പറയാ, അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വലുത്.
അപ്പൊ അതുകൊണ്ട് ഈശ്വരനായിരിക്കുന്ന ഈ പരമശക്തി സാക്ഷിയായിട്ടോ അധ്യക്ഷനായിട്ടോ ആധാരമായിട്ടോ എല്ലാം നിന്നുകൊണ്ട് ഈ പ്രകൃതിക്ക് ഉണ്ടാവാനും നിലനിൽക്കാനും ഇല്ലാതാവാനുള്ളതായ സംവിധാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം വീണ്ടും മഹാഭാരത യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തില് പങ്കെടുത്തത് പാണ്ഡവരും കൗരവരും ആണെങ്കിലും ആ യുദ്ധം നടത്തിക്കൊണ്ടുപോയത് ഭഗവാൻ തന്നെയാണ്. അതാണ് ധർമ്മക്ഷേത്രി കുരുക്ഷേത്രി എന്ന് പറയാൻ കാരണം. ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം ഗുരു, ഇതാണ് അതിനർത്ഥം. ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം ഗുരു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം ഗുരു എന്ന് ഗീത ആരംഭിക്കുന്നത് അന്ധന്മാർക്ക് വേണ്ടിയിട്ട്. അന്ധത പോവാനായിട്ട് ഒരു വഴിയുള്ളൂ, ക്ഷേത്രേ ക്ഷേത്രേ ധർമ്മം ഗുരു. ഏതൊക്കെ മണ്ഡലങ്ങളിലും മേഖലകളിലും പ്രവർത്തിക്കുമ്പോഴും അവിടെ നമ്മുടെ ധർമ്മബുദ്ധി വികസിക്കണം, പ്രവർത്തിക്കണം. അത് ഇല്ലാതിരുന്നാലാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ, എന്റെ നിന്റെ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും സംഭവിക്കും. അപ്പോ ഗീത തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. ധർമ്മം എന്ന് തുടങ്ങുന്നതായ ഗീത അവസാനിക്കുന്നത് മമ എന്നുള്ള വാക്കിലാണ്. അതും പ്രധാനം. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ധർമ്മം മമ. അവസാനിക്കുന്നത് ഇത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധര തത്ര ശ്രീ വിജയഭൂതർ ധ്രുവാനീതിർ മതിർ മമ. ധർമ്മക്ഷേത്രേ ധർമ്മം തുടങ്ങുന്നു. അപ്പൊ ധർമ്മം മമ, ഈ രണ്ട് കണക്ട് ചെയ്യുക. എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ ഭഗവാൻ കൃഷ്ണൻ? മമധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പോയിക്കോളൂ. ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്. ഭഗവാനും സൃഷ്ടിസ്ഥിതമായ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. സാക്ഷിയായി നിന്നുകൊണ്ട് സിനിമ കണ്ട് ആസ്വദിക്കുന്ന നമ്മളൊക്കെ അതിൽ കാണുന്ന ഈ ഇടിയും സംഘടനകളും നമുക്കും കൂടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമയ്ക്ക് പോകും. ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞ പോലെ അവിടെ ഇല്ലനും നായകനും ഒക്കെ ഇടിയും അടിയും ഒക്കെ കാണുമ്പോൾ നമ്മളത് ആസ്വദിക്കണോ? അതിനാ ടിക്കറ്റ് എടുത്തേക്കണത്. നമ്മൾ സാക്ഷിയായിട്ട് നിന്ന് ആസ്വദിക്കുകയാണ്. അതൊക്കെ ഈ ഒരു ആസ്വാദനം ജീവിതത്തിലും കൊണ്ടുവരുന്നത് ഐൻസ്റ്റീൻ എന്നുള്ളതായ ശാസ്ത്രജ്ഞന്റെ പരീക്ഷണശാലയ്ക്ക് തീ പിടിച്ചപ്പോ, എത്രയോ ലക്ഷം ഡോളർ ചെലവാക്കി ഉണ്ടാക്കിയ പരീക്ഷണശാലയ്ക്ക് തീ പിടിച്ചപ്പോ അതിലുള്ളതായ കെമിക്കൽസിന്റെ പ്രത്യേകത കൊണ്ട് വിവിധ വർണ്ണത്തിലുള്ളതായ അഗ്നിജ്വാലകളാണ് അവിടുന്ന് പുറപ്പെട്ടത്. നല്ലൊരു ഷോ. വിവിധ തരത്തിലുള്ളതായ നിറത്തിലുള്ളതായ അഗ്നിജ്വാലകൾ പുറപ്പെട്ടപ്പോ ഭാര്യകൾ വിളിച്ച് തോർത്ത് കൈയിട്ടിട്ട് പറയാണ്, ദിസ് എ ചാൻസ് ഫോർ യു ടു എൻജോയ്. നമ്മുടെ പരീക്ഷാലൊക്കെ തീ കത്തുകയാണ്, കണ്ടു രസിച്ചോളൂ. എന്തെല്ലാം നിറത്തിലുള്ള അഗ്നിജ്വാലകൾ പുറപ്പെട്ടിരിക്കുന്നത്, എത്രയോ നഷ്ടങ്ങളാണ് അവിടെ. അതല്ല, ഈസ് എൻജോയിങ് ദാറ്റ് ലോസ് ആൾസോ. അത് രസം. അപ്പൊ ചോദിച്ചു ഭാര്യ, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ ചോദിച്ചപ്പോൾ, വൈ ഷുഡ് ഐ വറി, ഐ വിൽ സ്റ്റാർട്ട് അഗെയിൻ. ദാറ്റ്സ് ഓൾ. ഇതാണ് ജീവിതം. ഒരു വീഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു താഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ വരണമെങ്കിൽ ഇതിലൊക്കെ സാക്ഷിഭാവം കുറച്ചുണ്ടാവണം. ഒരു ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്ക് ഇന്റർവ്യൂവിന് പങ്കെടുത്ത ഒരാൾക്ക് ജോലി കിട്ടുക. അപ്പോ ഈസ് ദ മോസ്റ്റ് ഡിസർവിങ് കാൻഡിഡേറ്റ്, ഈ നീഡ്സ് എ ജോബ്. അതുകൊണ്ട് അയാൾ കിട്ടിയത്, അത് ഭാഗം ചെയ്തു കൊടുത്തതാ എന്ന് വിചാരിച്ചാൽ യു വിൽ ബി വെരി വെരി മച്ച് ഹാപ്പി. ഇതൊക്കെ ഓരോ കാര്യം. അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടും, മറ്റുള്ളവർക്കും കിട്ടും. ഇത് ഈശ്വരൻ്റെതായ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു മയാധ്യക്ഷേണ പ്രകൃതി. ഈ പ്രകൃതി സൂയതേ, സൂയതേച്ച പ്രസവിച്ചു, ജനിപ്പിച്ചു. സചരാചരം, ചരാചരങ്ങളെ മുഴുവൻ പുറത്തുകൊണ്ടു എന്റെ അധ്യക്ഷതയിൽ, ഈ സൂര്യന്റെ സാന്നിധ്യത്തില് പ്രപഞ്ച വ്യവഹാരങ്ങൾ നടക്കുന്ന പോലെ തന്നെയാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ പാപപുണ്യങ്ങളൊന്നും സൂര്യന് ബാധകമല്ല. കാര്യം അദ്ദേഹമാണ് വെളിച്ചവും ഊർജവും തരുന്നത്. ഈ ജ്യോതിർഗോളങ്ങളൊക്കെ തന്നെ, പഞ്ചഭൂതങ്ങൾ മുഴുവൻ തന്നെ
ഇതിലൊക്കെ ഒന്നും നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അവര് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സാന്നിധ്യം നമുക്ക് ഉണ്ടാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിലും നമ്മൾ ഒരു തരത്തിൽ ഇങ്ങനെ ചിന്തിക്കണതും നമുക്ക് സമാധാനം തരും. യു ഡു യുവർ ഡ്യൂട്ടി ആസ് ബെസ്റ്റ് ആസ് യു ക്യാൻ, ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു തത്വം ഇതാണ്. അതാണ് ആൾക്കാരുടെ വ്യത്യാസം. ആ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറയുമ്പോൾ 3 വകുപ്പ് ആൾക്കാരെ ഇതിൽ കാണാം. സ്വാർത്ഥ ബുദ്ധിയുള്ള ആള് പറയും എനിക്കും കിട്ടണം പണം. രജഗുണപ്രധാനിയായിട്ട് നിൽക്കുന്ന ഒരാള്, തമോ ഗുണം അല്ലെങ്കിൽ മറ്റേ കുറച്ച് നിസ്വാർത്ഥ മനസ്സുള്ള ആള്, ഹി വിൽ എൻജോയ് ദാറ്റ്. അതിൽ പറയും ദീപസ്തംഭം മഹാശ്ചര്യം, ഒരു വിശേഷം ചേർത്തു, വിശേഷമായിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ സാക്ഷിയായി നിൽക്കുന്ന ആൾക്ക് എന്താ തോന്നുക? ദീപസ്തംഭം. അത് ആശ്ചര്യം നോക്കണില്ല, ഒന്നും നോക്കണില്ല, എനിക്കൊന്നും കിട്ടുകയും വേണ്ട, ഇതൊരു ദീപസ്തംഭമാണ്. കഴിഞ്ഞു. ഇങ്ങനെയുള്ളതായ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം 3 കൂട്ടരിൽ കാണാം. ദീപസ്തംഭം എന്നൊരാള്, ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് വേറെ ആള്, എനിക്കും കിട്ടണം പണം 3ാമത്തെ ആള്. ഈ 3 ഗ്രൂപ്പും നമ്മുടെ ലോകത്തിലുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് സാക്ഷി നിൽക്കുന്നത് ദീപസ്തംഭം എന്ന് പറഞ്ഞാൽ, ആസ്വദിക്കുന്നത് ദീപസ്തംഭം മഹാശ്ചര്യം, അതിൽ നിന്ന് എന്താ എനിക്ക് പ്രതിഫലം കിട്ടാന്ന് ചിന്തിക്കുന്നത് ഒരു കൂട്ടര്. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതായാലും എല്ലാവരുടെയും മനസ്ഥിതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ കിട്ടുക എന്നായിരിക്കും അധികാരക്കാരുടെ ചിന്ത. ഭഗവാൻ അങ്ങനെയല്ല അത്രയും. ഈ വ്യവഹാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സാന്നിധ്യത്തില് മയാധ്യക്ഷേണ ഹേതുനാനേന കൗന്ദേയ. പല പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു. അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു, പുനർജനിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സർക്കിള് പോലെ, സൈക്കിള് പോലെയോ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളത്. ജഗത് വിപരിവർത്തതേ, അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഉൽപ്പത്തി ലയങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഭഗവാൻ. അപ്പോ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞു വരുന്നത്? അതുകൊണ്ടാണ് രാമായണത്തില് നാരദ മഹർഷി ശ്രീരാമേന്ദ്രസ്വാമിയെ കാണാൻ പോണ സമയത്ത് ശ്രീരാമേന്ദ്രസ്വാമിയോട് പറയുന്നുണ്ട് നാരദന്റെ അടുത്ത്, ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമികൾക്ക് അവിടുത്തെ പോലെ മഹാത്മാക്കളുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്. ഞങ്ങൾ ഒന്നും അറിയാത്ത ഗൃഹസ്ഥാശ്രമികളാണ് എന്ന് ശ്രീരാമേന്ദ്രസ്വാമി പറയുമ്പോൾ നാരദ മഹർഷിയുടെ മറുപടി രാമായണത്തില് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതിയായി സർവമാതാവായ മായാഭഗവതി, സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതും നിർണയം. ഗൃഹിണിയാകുന്നതും നിർണയം. 7 ലോകവും നിന്റെ ഗ്രഹം അപ്പോൾ ചേരും, ഗ്രഹസ്ഥനാകുന്നു എന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. ഇതാണ് അവിടെ. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. അർണോജ സംഭവാനാദി തൃണാന്തമായി, തൃണാന്തം ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിൻ അപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞത് സംസാരിയെന്ന്. ഇത് തന്നെയാണ് വില്ലുമംഗൽ സ്വാമികാർക്ക് ഭിക്ഷ കൊടുത്തു ക്രൂരമ്മ. ആ സമയത്ത് കുറുക്കൂറുകുത്തുക എന്ന് പറയും ബ്രാഹ്മണന്മാർക്ക്. അത് ഭഗവാൻ തന്നെ ഒഴിച്ചു കൊടുത്തത് ഉണ്ണിയായിട്ട് വന്നിട്ട്. അപ്പോഴാണ് വില്ലുമംഗൽ സ്വാമിയാര് ഉണ്ണിയായി വന്ന ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, സാധാരണ ബ്രാഹ്മണന്മാർക്ക് കുടുക്കൂർ കുത്താൻ ജലം ഒഴിച്ചു കൊടുക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്,
അവിടുന്ന് ഉണ്ണിയാണല്ലോ. അവര് മറുപടി പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്നെപ്പറ്റി അദ്വൈത സിദ്ധാന്തിയായിരിക്കുന്നതായ ആദിശങ്കരാചാര്യസ്വാമി പറഞ്ഞിട്ടുള്ളത് ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു എന്നാണ്. ഈ ലോകത്തിലെ വലിയ ഗൃഹസ്ഥൻ ഞാൻ തന്നെയാണ്. വില്ലുമംഗലം അയച്ചോളൂ, എന്നിൽ വേറൊരു ഗൃഹസ്ഥനൊന്നും ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഗൃഹസ്ഥൻ ഞാൻ തന്നെയാണ്. ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെങ്കിലും ഇതിനെ സാന്നിധ്യം മാത്രം കൊണ്ട് കൊണ്ടു നടക്കണം. മീറ പ്രസൻസ്. മഹാഭാരത യുദ്ധത്തിലെ മഹാഭാരതം നമ്മൾ പഠിച്ചാലും ഭാഗവതം പഠിച്ചാലും ഏറ്റവും കൂടുതൽ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നത് ശ്രീകൃഷ്ണന്റെയാണ്, ഭഗവാന്റെയാണ്. പലരും പല നാടകങ്ങളും പലതും ചെയ്തു എന്നുണ്ടെങ്കിലും ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഭഗവാന്റെ അവസ്ഥയാണ്. കാരണം അദ്ദേഹമാണ് ഇതിനൊക്കെ പ്രേരക ശക്തിയായിട്ട് നിന്നത്, സാക്ഷിയായിട്ട് നിന്നത്. അപ്പൊ അതൊക്കെ ആലോചിച്ചാല് ഈ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന ബോധം നമുക്കുണ്ടായാൽ മാത്രം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന് ശൈലിയിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, നല്ല മാറ്റം വരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാരുണ്യം താനെ ഒഴുകി നമ്മളിൽ മാറ്റം വരും. പറഞ്ഞപ്പോൾ ലൈറ്റ് വന്നു ഇവിടെ. ഇതാണ് രസം. ചില സത്യങ്ങള് തിരിച്ചറിയണം നമ്മൾ. എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുള്ളൂ, എന്നെ കൊണ്ട് മാറാൻ സാധ്യമല്ല എന്നുള്ള വാശികളൊന്നും കൊള്ളില്ല. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നല്ല മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നമുക്ക് സാധിക്കുമത്. നമ്മളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒരു പരിധി വരെയൊക്കെ. അപ്പൊ അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാല് ഈ പരിവർത്തനങ്ങള്, മാറ്റങ്ങളൊക്കെ ഇവിടെ നമ്മളായിട്ട് നമ്മളിൽ നല്ല മാറ്റം കൊണ്ടുവന്നാൽ, കുട്ടികൾ നന്നായിട്ട് പെരുമാറുമ്പോൾ, കുട്ടികൾക്ക് നല്ലൊരു പ്രാർത്ഥനാ മനസ്സും നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മക്കളെക്കാൾ കൂടുതൽ മാതാപിതാക്കളാണ്. എൻ്റെ കുട്ടി നല്ല വഴിക്ക് പോയില്ലോ എന്ന് വിചാരിക്കുന്ന പോലെ ഓരോരുത്തരും നല്ല വഴിക്ക് തിരിയണമെന്ന് അറിഞ്ഞാൽ ഭഗവാൻ വിചാരിക്കുകയാണ്, എൻ്റെ സൃഷ്ടി നന്നായിട്ടോ, ഒരാളെങ്കിലും നന്നായില്ലോ, നല്ല വഴിക്ക് പോകുന്ന കാണുമ്പോൾ അവൻ നന്നായി വരട്ടെ എന്ന് തഥാസ്തു എന്ന് അനുഗ്രഹിക്കും ഭഗവാൻ. അപ്പോ നല്ല വഴിക്ക് ചരിക്കാനുള്ളതായ പ്രേരണ ഈശ്വരൻ തരുന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വളരെ പ്രധാനമാണ് മയാധ്യക്ഷേണ പ്രകൃതി സൂയതേരാചനം എന്നുള്ള വാക്ക്. നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് ഈശ്വരന്റെയാണ്. കാലദേശങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്ന സാന്നിധ്യം. ഞാൻ പറയാറുണ്ട്, ഗുരുവായൂര് ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച ആള്, ഒട്ടും വിശ്രമില്ലാത്തത് ഗുരുവായൂരപ്പനാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രാപഞ്ചിക ശക്തികൾക്കും ഒട്ടും വിശ്രമമില്ലാത്തത് അവർക്കാണ്. ഭൂമിയായാലും ജലമായാലും വായുവായാലും അവരൊക്കെ അവിശ്രാന്തം, വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കാച്ചാൽ കുറച്ച് പ്രവർത്തിക്കുമ്പോഴത്തേക്കും വിശ്രമം വേണമെന്നുള്ള വിചാരമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ നോക്കി പഠിച്ചോളൂ, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ നോക്കി പഠിക്കൂ. കുറച്ചൊക്കെ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ you will become more enthusiastic to live happily. സംശയമില്ല. ഇനി ഭഗവാൻ പറയാം. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോ അർജുന് തോന്നുകയാണ്, ഇതൊക്കെ പറയാൻ മയാധ്യക്ഷേണ എന്നൊക്കെ പറയുമ്പോ തൻ്റെ കൂട്ടുകാരനായിട്ട്, തൻ്റെ തേരാളിയായിട്ട്, തൻ്റെ ബന്ധുവായിട്ട്, സഹാവായിട്ട് നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണൻ ആരാണ്? സാധാരണ മനുഷ്യനല്ലേ ഇത് എന്ന് തോന്നാം. ഇത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭഗവത്തിൽ വ്യാസഭഗവാൻ, ഭഗവാന്റെ ഓരോ ചെയ്തികളും അത്ഭുതമാണ്. സമത്ഭുതം ബാലകം അംബുജക്ഷണം എന്നാണ്. ആശ്ചര്യതോപി ആശ്ചര്യം എന്ന് പട്ടേപാടും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ വ്യാസം പറഞ്ഞു വെച്ചു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അദ്ദേഹത്തിന്റെ ചെയ്തികളെ നമുക്ക് അനുകരിക്കാനും പറ്റില്ല, അറിയാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. അനുകരണീയമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ. അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്. അത് അർജുന്റെ മുഖത്ത് നിഴലിച്ചു സംശയം വന്നപ്പോഴാണ് ഭഗവാൻ വളരെ വ്യക്തമായിട്ടുള്ളതായ ഒരു കാര്യം പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢ അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. മമ ഭൂതമഹേശ്വരം. ഇവിടെ സഗുണോപാസനയുടെ ചെറിയൊരു സൂചന കൊടുക്കുന്നുണ്ട്. തുടക്കത്തില് നമുക്ക് പ്രതീകങ്ങൾ വേണം, സഗുണഭാവം വേണം. അതിനെ അതിക്രമിച്ച് നിർഗുണമായിരിക്കുന്ന പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരലാണ് ഉപാസനയിലെ ഒരു പ്രത്യേകത. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഗുണോപാസന വേണം തുടങ്ങി വെക്കാനായിട്ട്. നാമരൂപങ്ങളെ വേണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ സഗുണോപാസന ഭൂതമഹേശ്വരമായ പരമകാരണരൂപത്തിനെ അറിയാനുള്ളതായ, അതിന്റെ സത്യം അറിയാനുള്ളതായ ഒരു ഉപായമാണ് നിർഗുണമായ നിരാകാരമായിരിക്കുന്നതായ പരബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാനുള്ളതാണ് സഗുണോപാസന. അവിടുന്ന് തുടങ്ങണം. ആ ഈശ്വരൻ ഉപാസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ ഐശ്വര്യങ്ങൾ കിട്ടാനാണോ ഈശ്വരനെ ചേരാനാണോ ചോദിച്ചാൽ ഒരു 90% ആൾക്കാരും ഐശ്വര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കുന്നത്, ഈശ്വരൻ ചേരാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഉപാസനയുടെ ആത്യന്തികമായ ഫലം, ആത്യന്തികമായ ലക്ഷ്യം ഈശ്വരനോട് ചേരലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ലക്ഷ്യബോധം വളരെ പ്രധാനമാണ്. എന്തിനാണ് ഭഗവാനെ ഉപാസിക്കുന്നത്? പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, അവരുടെ കൂടെ കുറച്ച് കാലം താമസിച്ചാലും, ഇവിടെ പോയി കുറച്ച് കാലം ഗുരുവായൂർ പോയി താമസിച്ചാലും അപ്പൊ കുറച്ച് സാമീപ്യം ഒരു അനുഭവം ഉണ്ടാവും. ഗുരുവായൂർ ചെല്ലുമ്പോൾ സാലോക്യം, അകത്തേക്ക് പോകുമ്പോൾ സാമീപ്യം, അങ്ങനെ സാരൂപ്യം, സായുജ്യം എന്നൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് പറഞ്ഞു അവജാനന്തി മാം മൂഢ, മൂഢന്മാരായ, അതായത് വേണ്ടത്ര മനനശക്തി ഇല്ലാത്ത ആൾക്കാർ, വേണ്ട പോലെ ചിന്തിക്കാത്തവർ. ഞാൻ പറഞ്ഞു വേണ്ട വിചാരം വേണ്ട ആൾക്കാർക്ക് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണാവതാരത്തിന് ഇത്രയും വിമർശിക്കുന്നത് ആൾക്കാർ. അദ്ദേഹത്തിന്റെ ആ ഭൂതമഹേശ്വരൻ എന്നുള്ളതായ ഭാവം ആർക്കും അറിയില്ല. അപ്പൊ സിദ്ധാന്തപരമായ വ്യക്തമായ വസ്തുബോധം നമുക്ക് ഉണ്ടാവണം ആദ്യം. അത് ദൃഷ്ടാന്തീകരിക്കലാണ് ഉപാസന. സിദ്ധാന്തപരമായ അറിവ്, എല്ലാം ഈശ്വരനാണ് എന്നുള്ളതായ സിദ്ധാന്തപരമായ അറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ആ ഒരു തിയററ്റിക്കലായിട്ടുള്ളതായ അറിവ് വെച്ചിട്ട് വേണം പ്രാക്ടിക്കൽ ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പൊ സിദ്ധാന്തപരമായിട്ടുള്ളതായ വസ്തുബോധം ആണ് സത്യാന്വേഷണത്തിനുള്ളതായ തുടക്കമായിട്ട് വരുന്നത്. അമേരിക്ക അല്ലെങ്കിൽ മറ്റ് കാനഡ അല്ലെങ്കിൽ UK രാജ്യം ഉണ്ടെന്നുള്ളതായ അറിവ് വെച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യം തിയററ്റിക്കലായിട്ട് അറിയുക, പിന്നെ പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരിക, ദെൻ യു എൻജോയ് ഇറ്റ് എന്നുള്ള പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് പറഞ്ഞു അവജാനന്തി മാം മൂഢാം മാനുഷ്യം തനുമാശ്രിതം, മനുഷ്യരൂപത്തിലിരിക്കുന്ന എൻ്റെ അവസ്ഥ കൃഷ്ണാവതാരം ശരിക്കും പഠിച്ചാൽ. അതുകൊണ്ടാണ് യശോദേവിക്ക് പോലും വായിൽ രോഗം കാണിച്ചു കൊടുത്തതിന്റെ ഉദ്ദേശം. രാമാവതാരത്തില് ഭഗവാൻ ഒരിക്കലും ശ്രീരാമചന്ദ്ര സ്വാമികള് അദ്ദേഹം ഈശ്വരഭാവം എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. രാമാവതാരത്തില് ഒരു പ്രാവശ്യം പോലും എടുത്തിട്ടില്ല. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണവധം നടത്താൻ എന്തു വേണം, ഓരോ പ്രാവശ്യം ഓരോ തല മുറിച്ചിടുമ്പോഴും പിന്നെയും മുളയ്ക്കലും എന്ന് പറഞ്ഞപ്പോ
ഒന്ന് ചിന്തിച്ചു ഇത്രേ രാമചന്ദ്രസ്വാമി ഭഗവാൻ, ഇനി എന്റെ ഈശ്വരഭാവം എടുക്കേണ്ടി വരുമോ ഈ രാവണനെ വധിക്കാനായിക്കൊണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കിയ മഹർഷിയായിരിക്കുന്ന അഗസ്ത്യ മഹർഷി വരുന്നത്. ഈ യുദ്ധം നടക്കുന്ന ദക്ഷിണേന്ത്യയുടെ അടുത്താണല്ലോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന സന്യാസിവീരനും ഋഷിവീരനുമാണ് അഗസ്ത്യ മഹർഷി. അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട്, ഹേ രാമ, ഇതുവരെ എടുക്കാത്ത ഈശ്വരഭാവം എടുക്കണ്ട, ഞാൻ പറഞ്ഞു തരാം എന്നിട്ടാണ് ആദിത്യ ഹൃദയ സ്തോത്രം പറഞ്ഞു കൊടുക്കേണ്ടതും. അതിന്റെ പ്രഭാവം ഈശ്വരനാണ് ഭഗവാൻ രാമൻ. എന്നിട്ടാണ് ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലേണ്ടി വന്നത്. എന്ന് വെച്ചാൽ മനുഷ്യഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ രാമാവതാരത്തില് ഈശ്വരഭാവം എടുത്തിട്ടില്ല ശരിക്ക്. ഒരു പ്രാവശ്യം എടുക്കാൻ നോക്കി, അത് ഭയപ്പെട്ടു പോയി വരുണൻ. പക്ഷെ അതുകൊണ്ട് പലതിലും ചില തടസ്സങ്ങൾ വന്നതായി തോന്നിയതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. കൃഷ്ണാവതാരത്തിൽ ഈശ്വരഭാവം അനേകം വട്ടം എടുത്തിട്ടുണ്ട്. എത്രയോ പേർക്കാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യശോദയ്ക്ക് പോലും കാണിച്ചു കൊടുത്തു, ഗോപസ്ഥിൽ ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു, വൈകുണ്ഠ ദർശനം ഉണ്ടാക്കി കൊടുത്തു, അക്രൂരൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ പൂർണ്ണമായിട്ടും ഈശ്വരഭാവത്തിലായിരുന്നു കൃഷ്ണാവതാരം. രൂപം മനുഷ്യന്റെ ആണെങ്കിൽ കൂടിയിട്ട് 9 ലക്ഷം പശുക്കളെ പാലിച്ചിരുന്നു എന്നാ പറയുന്നത് വൃന്ദാവനത്തില്. നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ ഇത്ര ആൾക്കാരെ സംരക്ഷിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ മനുഷ്യഭാവത്തിന്റെ ഉള്ളിലുള്ളതായ പരമാത്മാഭാവത്തിനെ തിരിച്ചറിയും. ശ്രീകൃഷ്ണ പരമാത്മനെ നമാന്ന് നമ്മൾ പറയണത്. പരംഭാവം അജാനന്ദോ മാഭൂത മഹീശ്വരൻ. നിർഭാഗ്യവശാൽ എന്റെ ഈ മനുഷ്യരൂപത്തിനെയാണ് അവർ കാണുന്നത്. മഞ്ഞപ്പട്ട്, പിലിത്തിരുമുടി, വനമാല, കിങ്ങിണി, കൗസ്തുഭം, ഈ രൂപങ്ങളാണ് ഉള്ളൂ. പക്ഷെ അതിന്റെ ഭൂതമഹേശ്വരനായിരിക്കുന്നതായ സർവത്തിനും ആധാരമായിരിക്കുന്നതായ പരമാത്മഭാവത്തിനെ ശ്രദ്ധിക്കണില്ല എന്ന് പറയാണ്. ആരും ശ്രദ്ധിക്കാറില്ല. ഭാഗവത സപ്താഹത്തിലൊക്കെ തന്നെ ബാലലീല നല്ലോണം വർണ്ണിക്കും. പക്ഷേ ദ്വാരകയിൽ പോയി ചക്രവർത്തി ആയ ശേഷം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വിസ്തരിക്കുക കുറവാ. അവിടെ പ്രഭാവം കൂടുതൽ, ഈശ്വരഭാവം അവിടെ പ്രകടമാവുന്നത്. രാസന്ധവതത്തിലും പൗണ്ഡ്രകാവസ്ഥ ഒക്കെ എത്തുമ്പോൾ ഭഗവാന്റെ ആ ഈശ്വരഭാവം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവിടെ. അപ്പൊ ബാലലീലയേക്കാൾ കവിഞ്ഞുള്ളതായ യൗവനഭാവ കാലത്തിൽ ഇരിക്കുന്ന സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ ലീലാവിശേഷങ്ങളെ വർണ്ണിക്കൽ കുറവാണ്. അപ്പൊ ഒളിഞ്ഞു നിൽക്കുന്ന, ഇപ്പൊ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഈ മലമൂത്ര നിറഞ്ഞിരിക്കുന്ന മലവും മൂത്രവും മജ്ജയും മാംസവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായ ഈ മലഭാണ്ഡമാണോ ഞാൻ? അതോ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്നതായ ചൈതന്യത്തിന്റെ ഭാഗമാണോ ഞാൻ? ഇതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരൂപെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. ശരിക്കും അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് തല്ലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ നിർഭാഗ്യമായിട്ട് പറയുന്നത്. ഇവിടെ അതും പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ കാണുമ്പോ, ഞാൻ മനുഷ്യനെ ചിന്തിക്കുമ്പോ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരഭാവത്തിന് തിരിച്ചറിയലാണ് ആത്മീയമായ സാക്ഷാത്കാരം. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. അതിനെയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. പരംഭാവം ആരുടെ? നമ്മുടെ പരംഭാവം അജാനന്ദോ. നമുക്ക് പോലും നമ്മളെ അറിയാൻ പറ്റുന്നില്ല. അതാണ് കാത്വം, കോഹം എന്നൊക്കെ ചോദിക്കുന്നത്. വേദാന്ത ഭാഷയിലെ ഏറ്റവും 2 വലിയ ചോദ്യങ്ങളാണ് കോഹം, ഞാൻ ആരാണ്? കാത്വം, നീ ആരാണ്? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ ചെറിയ സൂചനയാണ്. ഇപ്പൊ മനുഷ്യരൂപത്തിലിരിക്കുന്ന ഭഗവാനെ കാണുമ്പോ അത് മനുഷ്യനല്ലാതെ, സിനിമയിൽ കാണുന്നപ്പോ കഥകളി വേഷം കെട്ടിയ ഒരാൾ കഥകളിക്കാരനല്ല, അത് അയാളുടെ വേഷാത്തല്ല, ആ വ്യക്തി വേറെയാണ്, വേഷം കെട്ടിയതാ ഇതൊക്കെ കുറേശ്ശെങ്കിലും മനനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായ ഈശ്വരഭാവത്തിന്റെ വൈഭവം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഈ ദേഹബോധമല്ല വേണ്ടത്, ആത്മബോധത്തിലേക്ക് വരണം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ക്രമത്തിൽ മതി, പെട്ടെന്നൊരു ദിവസവും വരില്ല. അത് നിരന്തരമായ മനനം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെയും അവസ്ഥയും, അർജുനന്റെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ പറയാണ്.
ഇപ്പോഴും ശ്രീകൃഷ്ണൻ ആരാണ്, അദ്ദേഹത്തെ പരമാത്മാവം എന്താണ് എന്ന് അറിയാത്തവരാണ് അധികവും ഉള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതൊന്ന് എല്ലാവരും മനനം ചെയ്യുക. ഇനി ഈ ഒരു ഭാവം ആർജിക്കാത്ത ആൾക്കാരുടെ ദുരിതാനുഭവങ്ങൾ അവരുടെ എന്താ പറയുക അശാന്തമായ ജീവിതം സൂചിപ്പിക്കുന്നതാണ് 12ാമത്തെ ശ്ലോകം. അത് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ഹരിശരണം തിരുമേനി. 9ാം അധ്യായത്തിലെ ഓരോ ശ്ലോകത്തിന്റെയും ഭാവാർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി പറഞ്ഞു തന്ന തിരുമേനിയുടെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഇനി ഇതിന്റെ അവലോകനത്തിനായി ഹരിസേവ് ശ്രീനാഥ്ജിയെ ക്ഷണിക്കുന്നു. ഹരിശരണം. ഹരിശരണം. ഇന്ന് എനിക്ക് ആദ്യം കിട്ടിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ നടക്കൂ എന്നുള്ള അഹങ്കാരത്തോടുകൂടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്കുള്ള ഒരു മെസ്സേജാണ് ഇത്. ശരിക്കും ഇന്നത്തെ ഒരു ക്ലാസ് നമ്മള് എത്ര വലിയ ആളായാലും ഇപ്പൊ നമുക്ക് there is a reality to it. അപ്പൊ ഞാൻ നേടിയുന്ന നേട്ടങ്ങളെല്ലാം നാട്യങ്ങളാണെന്ന് അറിയേണ്ടതാണ് എന്നുള്ളൊരു ഞാൻ തുടിക്കുന്ന ജീവന്റെ ഒരു പാട്ടിലെ അച്ഛനെ എഴുതിയുള്ള ആ ഒരു ഇതാണ് നമുക്ക് ശരിക്കും മനസ്സിൽ കൂടെ എനിക്ക് വരുന്നത്. തോന്നുന്ന നേട്ടങ്ങളെല്ലാം നാട്യങ്ങളാണെന്ന് തന്നെ അറിയണം, എന്നാലേ നമുക്ക് ശരിക്കുള്ള നേട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ മനനം ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ, ഞാൻ ഇന്നത്തേക്ക് എല്ലാ ദിവസവും നമ്മളെ കമ്പയർ ചെയ്യണം. ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു, നാളെ എന്താണ് ചെയ്യാൻ പോണത്, അപ്പൊ ഇന്നലത്തെക്കാട്ടിൽ എന്തെങ്കിലും ഞാൻ അഡ്വാൻസ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മനനം ചെയ്യേണ്ടതാണ്. ഭഗവാനോട് കൂടുതൽ അടുത്തിട്ടുണ്ടോ, അതോ ഭഗവാനോട് നമ്മൾ കൂടുതൽ ക്ലോസ് അല്ലാണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അത് അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോ നമ്മളെല്ലാവരും അങ്ങനെ ഒരു ചിന്തയിൽ കൂടെ പോണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മനനം ചെയ്യേണ്ടത്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ നടക്കൂ എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ നടക്കണോ, അതോ നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് നടത്തണോ നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ ഭഗവാനെ കാണുമ്പോ, ആ മനുഷ്യരൂപത്തിനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരാളായിട്ട് തോന്നും. പക്ഷെ അതിനെ ഉപരി അതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളും ആ ഭഗവാനും ഒന്നാണെന്നുള്ള ഒരു ഭാവം എപ്പോഴും ഉണ്ടാവണം. നമ്മളത് പലപ്പോഴും മറക്കുകയാണ്. ഗുരുവായൂരപ്പനോട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ മറക്കുകയാണ് പല സമയത്തും. പല സിറ്റുവേഷനിലും നമുക്കത് ഓർക്കാൻ പറ്റാറില്ല. ഒരു പ്രതിസന്ധി കൂടെ നമ്മൾ പോകുമ്പോ ഞാൻ മാനേജ് ചെയ്ത് പോവാം. ഇപ്പൊ ഞാൻ എല്ലാവരുടെയും കാര്യം പറയില്ല കേട്ടോ. ജനറലി എനിക്കും ചിലപ്പോൾ പലപ്പോഴും പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു എന്തെങ്കിലും പ്രതിസന്ധി പോകുമ്പോൾ അതിങ്ങനെ ഫേസ് ചെയ്യാം. ഗുരുവായൂരപ്പനെ ചിലപ്പോൾ അങ്ങോട്ട് ഓർക്കാൻ പറ്റില്ല ആ ടെൻഷൻ സമയത്ത്. പക്ഷെ ആ സമയത്താണ് ശരിക്കും ഗുരുവായൂരപ്പനെ വിളിക്കേണ്ടത്. ആ ഗുരുവായൂരപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ സ്പോട്ടിൽ അവിടെ ഉണ്ടാവും. അത് ഉറപ്പാണ്. അത് പാഞ്ചാലിക്കും ഉണ്ടായിട്ടുണ്ട്, ആർക്കാണെങ്കിലും എല്ലാവർക്കും ഗുരുവായൂരപ്പനെ വിളിച്ച അപ്പൊ തന്നെ ഉണ്ടാവും. ആ ഒരു ക്ലോസ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഗുരുവായൂരപ്പനോട് എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയാൻ പറ്റാവുന്നത്. സംക്ഷിപ്തമായിട്ട് ഇന്ന് എനിക്ക് അതാ തോന്നിയത്. ഹരിശരണം. ഹരിശരണം. അടുത്തത് ആശ്രമ പ്രതിജ്ഞയ്ക്കും സമർപ്പണ മന്ത്രത്തിനായി തിരുമേനിയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ആശ്രമ പ്രതിജ്ഞ. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. ഈശ്വര സേവയാകുന്ന ദിവ്യസങ്കല്പ ഭാവത്തിൽ സ്വരാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങൾ സേവിക്കും. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. പ്രേമമാണ് ഞങ്ങളുടെ സേവനോപാധി. ദാനശീലത്തിലൂന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. ദാനശീലത്തിലൂന്നിയതാണ് ഞങ്ങളുടെ കർമ്മപഥം. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. സച്ചിദാനന്ദം സഹജീവികളുമായി പങ്കിടുന്ന സഹജാനന്ദമാണ് ഞങ്ങളുടെ ആത്മീയത. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ലോകം ഒരു കുടുംബവും ഈശ്വരൻ കുടുംബനാഥനുമാണ്. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ. ഈശ്വര കൃപാപാത്രങ്ങളായ അമൃത സന്താനങ്ങളാണ് ഞങ്ങൾ.
ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ഉത്കൃഷ്ടരും തികഞ്ഞ സന്തുഷ്ടരും ആയുരാരോഗ്യ സൗഖ്യാനുഭവികളുമാണ് ഞങ്ങൾ. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. ലോകത്തോടും ഈശ്വരനോടുമുള്ള സത്യസന്ധത ഞങ്ങളുടെ ജീവിതവ്രതമാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. കർത്തവ്യബോധമുള്ള ഞങ്ങൾ ഈശ്വരേച്ഛയ്ക്കനുസൃതം ധാർമ്മിക ജീവിതം നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ജീവിതം ഈശ്വരന്റെ വരദാനം എന്നുറച്ച് ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പാതയിൽ ഞങ്ങൾ ജീവിതം കലയാക്കും. ഓം തത്സത്. ഓം തത്സത്. ഓം കായേന വാചാ മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ബ്രഹ്മാർപ്പണമസ്തു. ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പാശരണം. ഹരിശരണം. ഇതോടുകൂടി ഇന്നത്തെ ഈ ഭഗവത്ഗീത സത്സംഗ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഉപസംഹരിക്കാനായി ഷാജിയെ ക്ഷണിക്കുന്നു. ഹരിശരണം. ഹരിശരണം. ജയ ശ്രീറാം. ഇന്ന് നമ്മള് ഭഗവത്ഗീത ചൊല്ലാനായിട്ട് നമ്മളെ കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. നമ്മൾ സജ്ജനാജിയെയാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ആരും കിട്ടാത്തോണ്ട് ഹോസ്റ്റലിനെ ചൊല്ലട്ടെ എന്നുള്ള രീതിയിൽ. സജ്ജനാജിക്ക് എന്തോ അസൗകര്യം ഒന്നും ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. ധന്യാജിയാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നത്. പിന്നെ പെട്ടെന്ന് നമ്മൾ മീനാജിയായിട്ട് കോൺടാക്ട് ചെയ്തു. മീനാജി യാതൊരു തടസ്സം കൂടാതെ റെഡിയായി വന്നു. അതൊക്കെ ഒരു ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം പോലെയാണ്. അതുപോലെ തന്നെ സുധാജി കറക്റ്റ് സമയത്ത് തന്നെ ലോഗിൻ ചെയ്തു. ഇടയ്ക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ വന്നെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോയി. അതുപോലെ ഗീതാധ്യാനം ആര്യൻ ബഗറിൽ നിന്ന് അദ്ദേഹം നന്നായിട്ട് ചൊല്ലി. എന്താണെങ്കിലും തിരുമേനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ഇത് നമ്മളല്ല നടത്തുന്നത്, ഗുരുവായൂരപ്പനാണ് നടത്തുന്നത്. നമ്മളൊരു നിമിത്തം മാത്രമാണ്. സാക്ഷിയായിട്ട് നമ്മൾ നിന്നാൽ മതി എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ സമയത്ത് എന്റെ മനസ്സിൽ ഓർമ്മ വന്ന കാര്യം, യശസ്വീനായ നിർമ്മാനന്ദ സ്വാമിയുടെ കൂടെ ഞങ്ങള് ഇങ്ങനെ ഗൃഹസമ്പർക്കം നടക്കുന്ന സമയത്ത് ഒരു വീട്ടില് പോവുകയുണ്ടായി. അവിടെ ഒരു അച്ഛനമ്മയുണ്ട്. തൊട്ടടുത്ത് തന്നെ അവരുടെ മകൻ താമസിക്കുന്നുണ്ട്. മകന്റെ ഭാര്യയുടെ കാര്യങ്ങൾ തോന്നുന്നത്. മകൻ വിദേശത്താണ്. അപ്പം ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പം മകൻ പൈസയൊക്കെ അയച്ചു കൊടുക്കും. പൈസ അയച്ചു കൊടുക്കുന്നതെല്ലാം ഭാര്യയുടെ പേരിലാണ്. ഭാര്യ എന്നിട്ടത് അവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അടുത്ത കാര്യങ്ങൾ പോകും. അപ്പൊ എന്താണെങ്കിലും അച്ഛനും അമ്മയായിട്ട് ഡയറക്റ്റ് മകന് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം കഴിയുന്നതും ഈ മരുമകള് അനുവദിക്കാറില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയിരുന്നു. അപ്പൊ അങ്ങനെ സ്വാമിജിക്ക് ആ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ അറിയാം. അപ്പൊ ആ സമയത്ത് ഞങ്ങളോട് ചെന്ന സമയത്താണ് ഈ മരുമകൾ വന്നിട്ട് സ്വാമിജിയുടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളായി വീടിന് വേണ്ടി ചെയ്യുന്നത്, എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് എന്നോട് അത്ര വലിയ സ്നേഹമില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ കാര്യങ്ങൾ നോക്കുക, എന്നെ എന്നുള്ള രീതിയിൽ പരാതിയായിട്ടൊക്കെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു, സ്വാമിജി പറഞ്ഞു, അതെ, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വീട്ടുകാരുണ്ട് ഇതുപോലെ. അവരുടെ മകൻ ബോംബെയിലാണ്. എല്ലാ മാസവും
മോന് അച്ഛനും അമ്മയ്ക്കും പൈസ അയച്ചു കൊടുക്കും. അന്നത്തെ കാലത്ത് ഇതുപോലെ ബാങ്കിന്റെ പരിപാടികളൊന്നുമില്ല, ഓൺലൈൻ ട്രാൻസ്ഫർ ഒന്നുമില്ല. അതായത് ഇങ്ങനെ മണി ഓർഡറാണ് അയക്കുക. എല്ലാ മാസം 1-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റ്മാനോട് കൊണ്ടുവന്ന് ഒരു 1000-2000 രൂപ ആ വീട്ടുകാർക്ക് കൊടുക്കും. സന്തോഷമായിട്ട് അവർ കഴിയും. കുറെ കഴിഞ്ഞപ്പോൾ ഈ പോസ്റ്റ്മാന് തോന്നി, ചേട്ടാ ഞാനാണല്ലോ ഈ പൈസ എല്ലാം കൊണ്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് എന്നെ ഇവർ ബഹുമാനിക്കണം, അല്ലെങ്കിൽ എന്നെ ഇവർ ആദരിക്കണം എന്നൊരു തോന്നലുണ്ടായി. എന്ത് പറയുന്നു അല്ലേ, ഈ മകൻ അയച്ചു കൊടുക്കുന്ന പൈസ മരുമകൾ ഒരു പോസ്റ്റ്മാന്റെ പണിയാണ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞ അച്ഛനമ്മയും കൊണ്ട് കൊടുക്കുന്നത്. സത്യത്തിൽ ഈ മരുമകൾക്ക് ഈ പൈസയുടെ കാര്യത്തിലോ യഥാർത്ഥത്തിലോ യാതൊരു പങ്കുമില്ല. അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇവരുടെ മകനാണ് അവർക്കൊന്നും ജോലി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയല്ലേ നമ്മൾ ഓരോരുത്തരും. നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ശരിക്കും നമ്മൾ പോസ്റ്റ്മാന്റെ പണിയാണ് ചെയ്യുക. പക്ഷെ നമ്മളാണെല്ലാം ചെയ്യുന്നത് എന്നുള്ള ധാരണയില് ഒരു പോസ്റ്റ്മാൻ എങ്ങനെയാണോ മണിയോട് കൊണ്ട് കൊടുത്തിട്ട് ഈ കുടുംബം മുഴുവൻ ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്ന പോലെയുള്ള ഒരു അഹങ്കാരം, അതല്ലേ പലപ്പോഴും നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്നതെന്ന് കൂടി ഞാനിപ്പോ ചിന്തിച്ചു പോകണം. അപ്പൊ സ്വാമിജി അത് വളരെ വ്യക്തമായിട്ട് പോസ്റ്റ്മാന്റെ കഥ പറഞ്ഞു. അന്നേരം ആദ്യം അവർക്ക് മനസ്സിലായില്ല, കുറച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. സ്വാമി നമുക്കിട്ട് ചിരിക്കും പറഞ്ഞു തന്നതാണ്. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ അതങ്ങ് ഓർത്തുപോയി എന്നുള്ളേ ഉള്ളൂ. ഇതാണെങ്കിലും നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുക. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടൊരു കാര്യമാണ്, കാടാമ്പുഴ ക്ഷേത്രത്തില് സൗജന്യ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് 10-30 പേർക്ക് ഒരേ സമയത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പല അതിന്റെ അടുത്തുള്ള ഹോസ്പിറ്റൽസും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ അതിനെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കാടാമ്പുഴ ക്ഷേത്രം ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ കോടിക്കണക്കിന് ഗുരുവായൂരൊക്കെയാണെങ്കിൽ എത്ര കോടി രൂപയാണ് നമ്മള് കാണിക്കായിട്ട് കൊടുക്കുന്നതും അതില് നല്ലൊരു ശതമാനം എമൗണ്ട് ഇപ്പം കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അത് കിട്ടോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. ആ രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. അപ്പൊ ഇങ്ങനെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങള് മനുഷ്യ സ്നേഹപരമായിട്ട് മനുഷ്യത്വത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം. അപ്പൊ അങ്ങനെ സ്വയം നമ്മൾ മാറുക. നമുക്ക് തന്നെ നമുക്കും ശ്രീനാഥിയൊക്കെ സൂചിപ്പിച്ച പോലെ നമുക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും മിണ്ടാതിരിക്കുകയും മാറി നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു പോസ്റ്റ്മാന്റെ പണിയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ഈശ്വരന്റെ ഒരു നിയോഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആ ഒരു റുട്ടീൻ അത് വേണ്ടാന്ന് വെച്ചിട്ട് മിണ്ടാതെ അനങ്ങാതെ ഒക്കെ ഒരു മൂലയിൽ പോയി ഇരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം നമ്മൾ എല്ലാവരിലുള്ള ചൈതന്യം ഈശ്വര ചൈതന്യം തന്നെയാണ്. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് നമുക്ക് ഈശ്വരനെ സേവിക്കാം. ഈശ്വര സേവയിലൂടെ നമുക്ക് നരസേവ, മനുഷ്യനെ സ്നേഹിക്കാം. അങ്ങനെ ഫ്രഞ്ചിലൊക്കെ പറയുന്നല്ലേ, പ്രേമമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരിലെയും ഈശ്വര ചൈതന്യം കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഈ സത്സംഗം ഒതുകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെയും ശ്രീരാമചന്ദ്രന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഹരിശരണം. ക്ലോസ് ചെയ്യാം സുധാജി.